മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രബിൻ കസ്റ്റഡിയിൽ എന്നുള്ളതാണ്. കുടുംബത്തിന്റെ പരാതിയിലാണ് മഞ്ചേരി പോലീസിന്റെ നടപടി. സ്ത്രീധനവും സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ഭർത്താവും വീട്ടുകാരും പീഡിപ്പിച്ചിരുന്നെന്ന കുടുംബത്തിന്റെ ആരോപണം 24 ആണ് പുറത്തുവിട്ടത്. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ എനിക്ക് പ്രശ്നമാണ്. അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കും. അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ അച്ഛനോട് ഞാൻ പറയാതെ പറഞ്ഞു. പിന്നെ മർദ്ദനം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടീനെ മർദ്ദിക്കേണ്ട ആൾക്ക് എപ്പോഴാണ് അറിഞ്ഞത്. ഈ ഒരു ക്രിമിനൽ സ്വഭാവമാണ് അവന്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നഴ്സുമാരായിട്ട് ഇവർ വെച്ച് അതന്നെ ഒരു അതിശയം വരുന്ന കാര്യമാണ്. ബൈക്കിൽ കൊണ്ടാവാത്ത ഇതൊരു സൗന്ദര്യമില്ല. ഇവന് മറ്റു സ്ത്രീകളായിട്ട് ബന്ധമുണ്ടായിരുന്നു ഒക്കെ ചുരുളിങ്ങ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില്ല, സൗന്ദര്യമില്ല. ഇതിലേറെ സൗന്ദര്യം എൻ്റെ കുട്ടീൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരും പറയും ഇത് സൗന്ദര്യം ഒക്കെ ഓരോ കാരണം. ഈ ഓന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് ഇപ്പോൾ പുറത്ത് അറിഞ്ഞ വിവരങ്ങൾ. ഞാൻ 100% ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താ, കൊന്നാണ്ട് കെട്ടി തൂക്കിയാന്നുള്ളതാണ്. ആ രീതിയിലാണ് ഞാൻ ചെന്ന് കണ്ടപ്പോൾ കുട്ടി ഇങ്ങനെ ജനൽമേൽ തൂങ്ങിക്കാണ്. മെൻ്റലി ആയാലും ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. പിന്നെ അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. എന്തെങ്കിലും അങ്ങനെ നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും ഞാൻ ഇതാക്കിക്കൊണ്ട് ഞാൻ റെഡിയാക്കിക്കൊണ്ടത് ആരും ഇടപെടേണ്ട, അതിലൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ട് അത്രയും സ്ട്രോങ് ആണ്. അത്രയും സ്ട്രോങ്ങും ബോൾഡുമാണ് അവൾ. ഭംഗി കുറവാണ്, പിന്നെ സ്വർണത്തിൻ്റെ കുറവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം 10-25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഇത്രത്തോളം ഒരാളെ വാക്കുകളെന്നല്ല അതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അവളത്രയും സ്ട്രോങ് ആയിട്ട് പറയേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വാ എൻ്റെ കുട്ടിയെ ഒന്ന് വാ പറയുമ്പോൾ അത് ഇതിലൊന്നും ഇടപെടാനായിട്ടില്ല. നിങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ എന്തായാലും നിങ്ങളോട് പറയും. നിങ്ങൾ ഇടപെടണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പം പറയും. കാരണം അത്രയും അങ്ങനെ. മകൾ നഷ്ടപ്പെട്ട അച്ഛൻ്റെ പ്രതികരണം നമ്മൾ കാണുന്നു അല്ലേ. അത് വളരെ നിസ്സഹായമായി മാത്രമേ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. കൂടാതെ ഇത്തരം സംഭവങ്ങളും നിരവധിയായിട്ടുണ്ടാകുന്നു. ഇപ്പോൾ സഹോദരിമാരും ബോൾഡായിട്ടുള്ള കുട്ടി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, എങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? അച്ഛൻ്റെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ ആ നിസ്സഹായ അവസ്ഥ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഭർത്താവ് പ്രബിൻ കസ്റ്റഡിയിലാണെന്ന് അറിയുന്നു. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത വിഷ്ണുജയുടെ ഭർത്താവ് പ്രബിൻ്റെ അറസ്റ്റ് നിലവിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സ്ത്രീ പീഡനം, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ എന്നീ രണ്ട് കുറ്റങ്ങളാണ് നിലവിൽ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മഞ്ചേരി പോലീസാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 24 ഈ വാർത്ത പുറത്തുവിട്ട് മണിക്കൂറുകൾക്കകമാണ് ഈ പോലീസ് പ്രതിയെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇപ്പോൾ അറസ്റ്റിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഭർത്താവ് പ്രബിൻ്റെ വീട്ടിൽ വെച്ച് ഈ വിഷ്ണുജയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ വിഷ്ണുജയുടെ കുടുംബം ആരോപണങ്ങളെല്ലാം തന്നെ 24-ലൂടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടി കാണാൻ സൗന്ദര്യം കുറവാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ ഭർത്താവ് പ്രബിൻ നിരന്തരമായി വിഷ്ണുജയെ പീഡിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞുമായിരുന്നു ക്രൂരമായ പീഡനം. ഇങ്ങനെ രണ്ട് കാരണങ്ങളും, ഇതോടൊപ്പം തന്നെ സ്ത്രീധനം നൽകിയത് കുറവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചും ശക്തമായ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതുമാണ് ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഈ യുവതി കടുത്ത പീഡനം, മാനസികവും ശാരീരികവുമായ കടുത്ത പീഡനമാണ് ഈ ഭർത്തൃ വീട്ടിൽ നേരിട്ടത് എന്നുള്ളതാണ് കുടുംബം ആരോപിച്ചത്. ഇത് ചൂണ്ടിക്കാണിച്ച് കുടുംബം പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഈ പ്രബിൻ മാത്രമല്ല, പ്രബിൻ്റെ ഈ മാതാവും അതോടൊപ്പം തന്നെ സഹോദരി ഉൾപ്പെടെയുള്ളവർക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ് നിലവിൽ കുടുംബത്തിൻ്റെ ആവശ്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ പ്രബിൻ്റെയും ഒപ്പം തന്നെ ഈ വിഷ്ണുജയും വിവാഹം കഴിഞ്ഞ് 2 വർഷം ഇതുവരെ പൂർത്തിയായിട്ട് പോലുമില്ല. ഈ ഒരു ഘട്ടത്തിൽ
കൂടിയാണ് ഒരു ജീവൻ പൊലിയുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഈ 2023 മെയ് 14 തീയതിയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കകം തന്നെ ക്രൂരമായ പീഡനം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. എന്നാൽ കുടുംബം ഇതൊന്നും തന്നെ കാര്യമായിട്ട് അറിഞ്ഞിരുന്നില്ല. ഈ വിഷ്ണുജ പ്രധാനമായും കുടുംബത്തെ ഒന്നും തന്നെ അറിയിക്കാതെ തനിക്ക് ഒറ്റയ്ക്ക് ഇത് നേരിടാൻ കഴിയും, അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു ഈ വിഷ്ണുജയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ വിഷ്ണുജ ഓരോ ദിവസം കഴിയും തോറും അടുത്ത ദിവസം ഒരുപക്ഷെ ഇതിനെല്ലാം ഒരു പരിഹാരമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഈ യുവതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രായമായ തന്റെ മാതാപിതാക്കളോട് ഒരിക്കലും തന്നെ പറയാൻ വിഷ്ണു തയ്യാറായതുമില്ല. ഇതിന് പിന്നാലെ ഇവരുടെ സുഹൃത്തുക്കളോടായിരുന്നു ഇവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ മരണശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സുഹൃത്തുക്കൾ ഈ കുടുംബത്തെ അറിയിക്കുകയും കുടുംബത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ അറസ്റ്റിലേക്കും പോലീസ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കഴിഞ്ഞ ഒരു മാസം പൂർത്തിയാവുന്നതിന് മുന്നെയാണ് മലപ്പുറം കൊണ്ടോട്ടിയിലും ഈ സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ഈ ഭർത്താവിന്റെ പീഡനം മൂലം ഒരു 19കാരി ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു മാസത്തിന് 2ാം തവണയാണ് മലപ്പുറത്തു നിന്നും ഇങ്ങനെ ഒരു വാർത്ത നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ വസ്തുത. ഏറെ ദുഃഖകരമാണ്, വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഒപ്പം തന്നെ ആ കുഞ്ഞ് നല്ല മിടുക്കി കുട്ടിയായിരുന്നു. 3 സഹോദരിമാരാണ് അവർ. മിടുമിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. ഇതിലൊന്നും ഇടപെടേണ്ട, ഞാൻ നോക്കിക്കോളാം, പ്രശ്നമുണ്ടാവില്ല എന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകി അത് പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. കാണാൻ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റില്ലായിരുന്നു. നീ എന്നെ കാത്തിരിക്കേണ്ട, നിന്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ നീ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ജോലി വാങ്ങാനുള്ള HDC പരീക്ഷ അതിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ കുട്ടി. എനിക്ക് പറയാനുള്ളത് ആ പെൺകുട്ടികളോടാണ്. അതായത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിച്ചു പോയ ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോന്നേക്കുക അല്ലേ. അതിൽ നമുക്ക് നമ്മുടെ വീട്ടുകാർ മാത്രം നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ ഇല്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ നമ്മുടെ കൂടെ അവരുണ്ടാകും. അത് പല പ്രതിസന്ധികളും ഉണ്ടാകും, അല്ലെങ്കിൽ ആ സമയത്ത് പലരും കൂടെ ഇല്ല എന്ന് തോന്നും, പക്ഷെ ഇങ്ങനെ ഇറങ്ങി പോന്നേക്കുക അല്ലേ. അതെ, അത് തന്നെയാണ് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. കല്യാണം ഒരു അവസാന വാക്കല്ല, പെൺകുട്ടികളുടെ മാതാപിതാക്കളോടും കൂടി ആണ് അത് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർ ചിലപ്പോൾ വീണ്ടും, എനിക്ക് തോന്നുന്നു ഈ കുട്ടി പറഞ്ഞത് കേട്ടിട്ട് ബോൾഡ് ആയതുകൊണ്ട് ഓക്കെ ആവും എന്ന് വിചാരിച്ചിട്ട് നിന്നതായിരിക്കും. ഓക്കെ ആയില്ലെങ്കിൽ ഇറങ്ങിപ്പോരാ. അച്ഛനും അമ്മയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന മനോഭാവമുള്ള അച്ഛനും അമ്മയാണെങ്കിൽ അവരടുത്ത് കാര്യങ്ങൾ പറയാം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും, എന്ത് ചിന്തിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വിഷമൊക്കെ അതിജീവിക്കാൻ പറ്റും. ഇങ്ങനെ ചുറുക്കോടെ നമുക്ക് നിൽക്കാൻ പറ്റും. കുറച്ച് കാലഘട്ടം കഴിയണമെന്ന് മാത്രമേ. ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്താ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ അയാളെ പ്രഭിന്റെ അത് വരുന്നുണ്ട്. കാരണം അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ജനലിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ആ മരണം ഉണ്ടായത്, ആത്മഹത്യ തന്നെയാണോ എന്നുള്ള കാര്യത്തിലും കൃത്യമായി അതിന് കർശനമായ നടപടികൾ, അന്വേഷണം. നമ്മൾ ഈ പെൺകുട്ടികളോട് ഇറങ്ങി വരാൻ പറയുന്ന സമയത്ത് ഈ ആണുങ്ങൾ എങ്ങനെയാകണം, പുരുഷന്മാർ എങ്ങനെയാകണം എന്നുള്ളത് കൂടിയുണ്ട്. അത് അവരുടെ സാമ്പത്തിക ചൂഷണത്തിനോ ശാരീരിക ചൂഷണത്തിനോ ഒന്നും ഇരയാകേണ്ടവരല്ല. പുരുഷന്മാരെ ജനറലൈസ് ചെയ്തൊന്നും പറയുന്നില്ല, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതുപോലെ കഷ്ടതകൾ, ദുരിതം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിവർന്ന് നിന്ന് അവരവരുടെ കാര്യം പറയും. നമ്മൾ വിമൻസ് ഈവനിങ്ങിലെ അവതാരകരുടെ ശബ്ദം കുറച്ച് ഉയരും അല്ലേ ഒരു വിഷയത്തിൽ. കാരണം അത്രയും അത് വനിതകൾക്ക് കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്.